നേതൃത്വത്തിൽ ഉടൻ തന്നെ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അദ്ദേഹം ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിങ്ങൾക്ക് ദേശീയാടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രത്യേക സംവരണം ഏർപ്പെടുത്തുമെന്ന UPA-യുടെ വാഗ്ദാനം ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് തമിഴ്നാട് മുസ്ലിം മുന്നേറ്റ കഴകം പ്രസിഡന്റ് പ്രൊഫസർ MH ജവാഹിറുള്ള പറഞ്ഞു. സച്ചാർ കമ്മീഷന്റെയും മിശ്ര കമ്മീഷന്റെയും റിപ്പോർട്ടുകൾക്കനുസരിച്ച് സംവരണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എതിർക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. The UPA government tables this report on the floor of the parliament and also immediately accept its suggestions and give reservations. We will definitely oppose the Congress party in the coming parliament elections. മക്കൾ മുന്നേറ്റ കഴകം എന്ന പേരിൽ DMMK പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. We have planned to launch a political party under the patronage of Tamil Nadu Muslim Munneta Kalagam. We have also coined the name for that party, which is Makkal Munneta Kalagam. ഇസ്ലാമിക് ബാങ്കിങ്ങിന് അനുമതി നൽകും വിധം നിലവിലുള്ള ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതി വരുത്തണം. മുസ്ലിങ്ങളുടെ പേരിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന തീവ്രവാദ അക്രമങ്ങൾക്ക് പിന്നിൽ ആരോപണം നടത്തുന്നവരുടെ തന്നെ കൈകളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടതായി ഇപ്പോൾ സൌദിയിൽ സന്ദർശനം നടത്തുന്ന ജവാഹിറുള്ള പറഞ്ഞു. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. വിദേശത്ത് നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ എണ്ണം റംസാൻ മാസത്തിൽ താരതമ്യേന കുറയുമെന്ന് റിപ്പോർട്ട്. മക്കയിലെ വികസന പ്രവർത്തനങ്ങൾ കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറച്ചതാണ് ഇതിന് കാരണം. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയിട്ടും എല്ലാ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്ത